ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ കങ്കണ റണാവത്തിന്റെ മേൽ ചുമത്തപ്പെട്ട ആദ്യത്തെ കുറ്റാരോപണം. ഇവർ വിമർശനങ്ങളുടെ ക്യൂനാണ്. എനിക്ക് ഇതിന് ഉത്തരം നൽകൂ. താങ്കൾക്ക് കോൺട്രവേഴ്സി എന്താണ് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? കോൺട്രവേഴ്സി അന്വേഷിച്ച് താങ്കൾ പോകുകയാണോ അതോ താങ്കളുടെ പിന്നാലെ കോൺട്രവേഴ്സി വരികയാണോ? സർ, ഞാൻ ഹിമാചലിലെ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു പെണ്ണായിരുന്നു. അതില്ലാതെ എപ്പോഴും എല്ലാരും എന്നെ എന്തു പറയുന്ന വെച്ചാ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. സോ എന്നോട് എന്തെങ്കിലും ചോദിച്ചാ ഉത്തരം പറയാൻ പറ്റില്ലെന്ന് പറയോ? ഇവരൊക്കെ എന്താ പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടിരിക്കുന്നവർക്ക് ഈ ലോകത്തിൽ സ്ഥാനമില്ലെന്ന്. ആപ്കി അദാലത്തിൽ താങ്കൾക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ജനങ്ങൾ താങ്കളുടെ മുന്നിലുണ്ട്, കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നു. പിന്നീട് അത് കോൺട്രവേഴ്സി ആവും. പിന്നീട് നിങ്ങൾ തന്നെ പറയാം ഞാൻ ക്വീൻ ഓഫ് കോൺട്രവേഴ്സി ആണെന്ന്. താങ്കൾ ക്യൂനായിട്ടുള്ള സമയത്ത് കോൺട്രവേഴ്സീസ് തീർച്ചയായും കാണുമല്ലോ. ഇപ്പോൾ എമർജൻസി പീരീഡ് കോൺട്രവേഴ്സിയുടെ ഒരു വലിയ ചരിത്രമാണ്. അതെ, അത് തന്നെ ഒരു സിനിമയായിട്ട് താങ്കൾ എടുത്തു വെച്ചിരിക്കുന്നു. നിങ്ങൾക്കത് കോൺട്രവേഴ്സി എന്ന് പറയാം, പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ ബെസ്റ്റ് കെപ്റ്റ് സീക്രട്ട്. നിങ്ങൾ മിസ്സസ് ഗാന്ധിയെപ്പറ്റി ചോദിക്കുമ്പോൾ, അല്ല എമർജൻസിയെപ്പറ്റി ചോദിക്കുമ്പോഴോ അവര് ചെയ്തത് ഷീസ് വെരി പോപ്പുലർ. എമർജൻസി ആരംഭിച്ചതേ അവരാണ്. അതില്ലാതെ നമ്മളോട് ഇപ്പോൾ ഉള്ള ജനറേഷനോട് ഇതേക്കുറിച്ച് യാതൊരു ഇൻഫർമേഷനും ഇല്ല. അതിനുവേണ്ടി ഗൂഗിളിൽ നോക്കിയാലും ചില ഇവന്റ്സ് മാത്രമേ കാണൂ. പക്ഷേ ഷീസ് ഈക്വലി ഹേറ്റഡ് ആൻഡ് ഈക്വലി ലൗഡ്. ഈ ഫാക്ട് എനിക്കുള്ളിൽ നിറയെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി. പിന്നീട് നോക്കിയാ വേറൊരു വിഷയം എന്താന്ന് വെച്ചാ, നമ്മുടെ നാട്ടിലുള്ള ഒരു ലീഡറെ വെച്ച്, അതായത് നിങ്ങൾ നോക്കിയാ അത് മോഡിജിക്ക് നിറയെ പോപ്പുലർ ഉണ്ട്. അദ്ദേഹം ശ്രീരാമന്റെ അവതാരമാണെന്നും കൂടി പറയുന്നു. പക്ഷേ അഭിനവ് ചണ്ഡി ദുർഗ ഇന്ദിരാഗാന്ധിയും അവരുടെ അവതാരമാണെന്ന് പറയുന്നു. അതാണ് സത്യം. അതിനുശേഷം അവരെ തന്നെ ഒരാൾ ഷൂട്ട് ചെയ്യുന്നു. ഇതുപോലെ ജനങ്ങളുടെ ലീഡർക്കേ ഇങ്ങനെ സംഭവിക്കുന്നെങ്കിൽ ഇതെന്താണ്? ഒരു വശത്ത് നിറയെ സ്നേഹം കൊടുക്കുന്നു, മറുവശത്താണെങ്കിൽ നിറയെ വെറുപ്പോടെ കാണുന്നു. എനിക്കിത് ഒരു വിധത്തിൽ വളരെ ക്യാപ്ചറായി. സോ ഇതെല്ലാം എങ്ങനെ നടക്കും? എങ്ങനെ ഇത്രയും സ്നേഹം, അതിന്റെ കൂടെ ഇത്രയും വെറുപ്പും? എത്ര വെറുപ്പാണെന്ന് വെച്ചാ 35 ബുള്ളറ്റ് ഉപയോഗിച്ച് അവരെ കൊല്ലാൻ 35 ബുള്ളറ്റിന്റെ ആവശ്യമുണ്ടോ? അത്രയും വെറുപ്പോ? അവരീ നാടിനു വേണ്ടി പോരാടി അവസാനം നാടിന്റെ കൂടെ പോരാടാൻ തുടങ്ങി. അതുകൊണ്ട് ഇക്കാര്യം ഞാൻ നാച്ചുറലായിട്ട് എന്തെങ്കിലും പടവെടുത്താലും ജനങ്ങളെല്ലാം അത് അറിഞ്ഞിരിക്കണം. അവരത് കാണണമെന്ന് ഞാൻ നന്നായി ആഗ്രഹിക്കുന്നു. കങ്കണ ഈ ദേശത്തിന്റെ വലിയൊരു നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി. ജനങ്ങൾക്ക് അവരെ വളരെയധികം ഇഷ്ടമായിരുന്നു. രാജ്യത്തിനു വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുമുണ്ട്. അവരോട് എല്ലാവർക്കും റെസ്പെക്റ്റ് ഉണ്ട്. ജനങ്ങൾ അവർക്ക് സ്നേഹം വാരി വിതറി. പക്ഷേ അവരുടെ റോൾ ആക്ട് ചെയ്യാൻ വേണ്ടി കോൺഗ്രസിൽ നിന്നും ഏതെങ്കിലും ആക്ട്രസ് വന്നിരുന്നേ നന്നായിരുന്നേലും. പക്ഷെ താങ്കൾ BJP മെമ്പറാണ്. അപ്പോൾ ആ റോൾ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് സംശയം വരുന്നത് സാധാരണമല്ലേ? സാർ, ഞാൻ പൊളിറ്റിക്സിൽ ഇറങ്ങിയിട്ട് ഒരു 2 മാസമേ ആയിട്ടുള്ളൂ. ഈ പടം ആരംഭിച്ചത് 2022-ലാണ്, കഴിഞ്ഞത് 2023-ല്. അതുകൊണ്ട് ഇതുപോലുള്ള കുറ്റമൊന്നും എനിക്ക് തരാൻ പാടില്ല. ഇന്ദിരാഗാന്ധിയുടെ ക്യാരക്ടർ അഭിനയിക്കാൻ ശരിക്കും കഷ്ടപ്പെടേണ്ടി വന്നിരുന്നു. ശരിക്കും കഷ്ടമായിരുന്നു സാർ, വളരെ കഷ്ടമായിരുന്നു. പക്ഷേ ഈ പടത്തിന് മുമ്പ് ഇന്ദിരാഗാന്ധിയോട് എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. പടം ചെയ്തപ്പോൾ എനിക്കത് മാറിക്കിട്ടി. മൊത്തത്തിൽ അത് മാറിക്കിട്ടി. നമ്മുടെ പ്രധാനമന്ത്രിയോട് ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവുമല്ലോ, അത് മൊത്തം മാറിക്കിട്ടി. ബിസൈഡ്സ് അവരുടെ ലൈഫ്, ഒരു പ്രായമുള്ള സ്ത്രീയായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇതുപോലൊരു ക്യാരക്ടർ ചെയ്യുന്നു. അവരുടെ മകനോടുള്ള സ്നേഹം, അതിനുശേഷം മകന്റെ മരണം, ഇതുപോലുള്ള സംഭവങ്ങൾ ജീവിതത്തെ ഇതെല്ലാം കണ്ടതിന് ശേഷം അതിനുവേണ്ടി അവർ നാടിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ പൊളിറ്റിക്സിൽ നിറയെ സർവീസ് ചെയ്തു. അവരുടെ ജീവിതം കാണുമ്പോൾ ഇത് താങ്ക്ലെസ് ജോബെന്ന് എനിക്ക് തോന്നി. രാഹുൽ ഗാന്ധി ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? അദ്ദേഹം വീട്ടിൽ പോയി ടോം ആൻഡ് ജെറിയാണ് കാണുന്നത്. പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലാവാനാ? ഈ പടത്തിൽ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയായിട്ടാണ് താങ്കൾ വരുന്നത്. സർ, ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാ, അദ്ദേഹത്തിന്റെ മെന്റാലിറ്റി എന്താന്ന് വെച്ചാ, ഞാൻ ഈ നാടിന്റെ ഒരു രാജകുമാരനാണെന്നാണ്. അതല്ലാതെ ഈ ഇന്ത്യ രാജ്യം എന്റെ മുത്തശ്ശി ഭരിച്ച നാടാണെന്നും ഇതുപോലുള്ള ചിന്തകളൊക്കെ അദ്ദേഹം മനസ്സിന്നേ കളയണം. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും മനസ്സിന്ന് കളഞ്ഞില്ലെങ്കിൽ എപ്പോഴും അദ്ദേഹം ഒരു കാർട്ടൂണായിട്ടേ ഇരിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ അടൽജിയെ കാണുമ്പോഴൊക്കെ ഇദ്ദേഹം ആരുടെ മകൻ, ഇദ്ദേഹത്തിന്റെ ചേച്ചി ആരാണ്, അതാരാണ് എന്നെല്ലാം ചിന്തിക്കുവോ?
നരേന്ദ്രമോദിജി നോക്ക്, വേറെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ നോക്ക്, അവരുടെ മുത്തശ്ശിയാര്, ചിറ്റയാര്, ഇവരെ ആരെങ്കിലും ഐഡന്റിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ടോ? അവരുടെ ചില ആൾക്കാർ എന്താണ് പറയുന്നതെന്ന് വെച്ചാ, അവർക്ക് ബിസിനസ് ഒന്നും ഇല്ലാത്തോണ്ട് മുത്തശ്ശിയുടെ വേഷം ചെയ്തെന്ന്. ഇതുപോലെ വളരെ ചീപ്പായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല, എന്നെപ്പറ്റി നിറയെ, അദ്ദേഹം മാത്രമല്ല, കോൺഗ്രസിന്ന് ഇവളുടെ റേറ്റ് എന്താണ്, ഇവൾക്കായിട്ടൊന്നുമില്ല, ഇവൾ എന്റെ മുത്തശ്ശിയെ യൂസ് ചെയ്തിട്ട് നിറയെ സമ്പാദിക്കുന്നു എന്ന് വരെ പറയുന്നു. ഞാൻ എന്താ പറയുന്നെന്ന് വെച്ചാ, നല്ല കാര്യം ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിലുള്ളത്. അതേ ഇവരുടെ പാർട്ടിയിലായിരുന്നെങ്കിൽ വേറെ സ്ഥിതിയായേനെ. യൂത്ത് കോൺഗ്രസിലുള്ള പിള്ളേര് നിങ്ങൾക്കെതിരായിട്ട് കേസിട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ആദ്യം സിനിമ വന്ന് കാണണം. പക്ഷെ അവര് കാണില്ലെന്നുള്ള വാശിയില്ല. അവർക്ക് ഈ പടത്തെ എങ്ങനെയെങ്കിലും ബാൻ ചെയ്യണം. ഈ രാജ്യത്ത് നമുക്ക് ഏത് രീതിയിലുള്ള പടം വേണമെങ്കിലും എടുക്കാം. അതുകൊണ്ട് ഈ നാട്ടില് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിലെത്ര വയലൻസ് ഉണ്ടായാലും ആ സിനിമയിലുള്ള പെണ്ണുങ്ങളെ വളരെ ഡ്രസ്സില്ലാതെ കാണിക്കുന്നു, റേപ്പ് ചെയ്യുന്നത് കൂട്ട് കാണിക്കുന്നു, ലോ ആൻഡ് ഓർഡർ ഒന്നുമില്ലാതെ വെപ്പൺസ്, ബുള്ളറ്റ് എല്ലാം യൂസ് ചെയ്യുന്നു. അതിന് പോലീസ് ഒന്നും ചോദിക്കുന്നില്ലല്ലോ. പക്ഷേ നമ്മൾ നമ്മുടെ ഹിസ്റ്ററി ബേസ് ചെയ്തൊരു പടം എടുത്താ എന്തിനാ ഇങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ച് എതിർക്കും. കോൺഗ്രസിലുള്ളവർ മാത്രമല്ല, BJPയുടെ ലീഡറായ മഞ്ജീന്ദർ സിംഗ് സിർസ അദ്ദേഹം പറയുന്നു കങ്കണയെ ജയിലിലിടുക അല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പറയുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ദേഷ്യം? സർ, എനിക്കെന്താ തോന്നുന്നെന്ന് വെച്ചാ, അവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോ ഒരു പക്ഷേ അവർ എന്റെ പടത്തില് ഇല്ല ഏതെങ്കിലും ഒരു പടത്തിൽ ഒരു ഷോട്ടെങ്കിലും എടുത്ത് കാണിക്കാവോ? ഒന്ന് അഭിനയിച്ച് കാണിക്കട്ടെ. അതിനുശേഷം ഞാൻ എന്റെ പടം റിലീസ് ചെയ്യുന്നില്ലെന്ന് തീരുമാനിക്കും. ഒരു പടത്തിലും അദ്ദേഹത്തിന് ഒരു ഷോട്ട് എടുക്കാനുള്ള എബിലിറ്റി പോലും ഇല്ല. തീർച്ചയായും പറ്റില്ല. പക്ഷെ അദ്ദേഹം പറയുന്നു എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. അങ്ങനെ എന്ത് കാര്യമാണ് താങ്കൾ ആ സിനിമയിൽ കാണിക്കുന്നത്? ജനങ്ങൾ ഇത്രത്തോളം ട്രെയിലർ കണ്ട് വികാരം കൊള്ളാൻ മാത്രം? സർ, ഞാൻ ഈ പടത്തില് ഇതിലുള്ളതൊരു നടന്ന കഥയാണ്. ഇപ്പൊ ഒരു പക്ഷേ മുൻ പ്രധാനമന്ത്രിയെ പറ്റി ഒരു സിനിമ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്കെല്ലാം അറിയാം. സത്യത്തിൽ അദ്ദേഹത്തെ അസാസിനേറ്റ് ചെയ്തിരിക്കാണ്. സോ സത്യമല്ലേ എടുക്കാൻ കഴിയൂ? അദ്ദേഹത്തിന് ഇടിവെട്ട് ഏറ്റതുപോലെ കാണിക്കാൻ കഴിയുമോ? പറ്റുമോ? സോ ഷിർഷാജി, അദ്ദേഹം എന്താ പറയുന്നെന്ന് വെച്ചാൽ, അദ്ദേഹത്തിനോട് ഒരു മരം വീണ് മരിച്ചു പോയതായിട്ട് കാണിക്കാൻ പറയുന്നു. സോ അതുകൊണ്ട് എന്റെ അടുത്തൊന്നും ഇതുപോലുള്ള കാര്യങ്ങൾ അവര് പ്രതീക്ഷിക്കുന്നേ. എനിക്ക് അതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ചരിത്രം കൊണ്ട് ഒരാൾക്ക് പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ എന്നെക്കൊണ്ടത് മാറ്റാൻ സാധിക്കുമോ? അതില്ലാതെ ഒരു സമുദായത്തിനോട് എനിക്ക് ഒരു പ്രശ്നവുമില്ല. അതില്ലാതെ ഞാൻ ആരെയും കുറച്ചു കാട്ടാനായി ഞാൻ ഇത് എടുത്തിട്ടില്ല. ഈ ഇന്റൻഷൻ എല്ലാം പടം റിലീസായി കഴിയുമ്പോൾ മനസ്സിലാവും. പക്ഷേ എന്തിനു വേണ്ടിയാണ് നമ്മൾ നമ്മുടെ നാട്ടിലെ നേതാവിനെ ഗണ്ണുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നത്? അതുപോലെ എന്തിനു വേണ്ടിയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്നത്? ഇത് എന്റെ സിൻസിയർ ആൻഡ് എവർ. അത് കാരണം നമ്മുടെ നേതാക്കൾക്ക് എത്രമാത്രം പ്രശ്നങ്ങൾ ഏർപ്പെടുന്നു. അതുമാത്രമല്ല, കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി നല്ലൊരു പടമാണെന്നും കണ്ടവരെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള ആളുകൾക്ക് അവരോട് പോലും അവർക്ക് ഒരുപക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് താങ്കൾ ഇന്ദിരാഗാന്ധിയുടെ വോയിസിൽ സംസാരിച്ചിട്ടില്ലേ? ആ വോയിസിൽ തന്നെ അപ്പീൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ച് സമാധാനം കിട്ടുമായിരിക്കും. അതിനു മുമ്പ് രജത് സാറിനെ പറ്റി എനിക്കൊന്ന് പറയാനുണ്ട്. ഞാൻ ലൈഫില് ഇതുപോലൊരു ജേർണലിസ്റ്റിനെയോ മീഡിയ പേഴ്സണെയോ ഞാൻ ഇതുവരേക്കും കണ്ടിട്ടേയില്ല. ഇദ്ദേഹം കലയെ അത്രയ്ക്ക് മനസ്സിലാക്കി വെച്ചേക്കുക. അതുമില്ല, ഇതെങ്ങനെ വെളിയിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹത്തിന് അറിയാം. എല്ലാ വീക്കെൻഡിലും മുഹല്യാസം കാണുന്നുണ്ട്. കുറെ വർഷങ്ങളായിട്ട് ഇതന്നെയാ ജോലി. കുറെ വർഷങ്ങളായിട്ട് വീക്കെൻഡിലും മുഹല്യാസം കണ്ടുകൊണ്ടിരിക്കുക. അതാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യം. ഇപ്പൊ ഇവരോടെല്ലാം അപ്പീൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതെ അതെ, ഒന്നുകിൽ അപ്പീൽ ചെയ്യണം, അല്ലെങ്കിൽ ആ സിനിമയിലുള്ള ഏതെങ്കിലും ഡയലോഗ് പറയണം. राजनीति में सही या गलत मायने नहीं रखता है. राजनीति में सिर्फ एक ही बात गलत है और वो है हार जाना. പക്ഷേ ഫിലിമിനെ കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇന്ദിരാഗാന്ധിക്ക് എന്താ സംഭവിച്ചതെന്ന് താങ്കൾക്കറിയില്ല, ഞങ്ങൾ ജീവൻ നൽകാനും തയ്യാറാണ്, ജീവൻ എടുക്കാനും തയ്യാറാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ താങ്കൾക്ക് പേടിയില്ലേ? സർ, ആക്ച്വലി എനിക്ക് ഏതൊരു കാര്യവും വൺസ് ആൻഡ് ഫോർ വൺ ക്ലിയർ ചെയ്യണം. അതായത് ഒരു ചിലർ അവരുടെ
രൂപം പ്രതിമയുണ്ടാക്കി അതിനെ ബുള്ളറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്യുന്നു. അതുപോലെ അവരുടെ ഇതിനു വേണ്ടി റാലി നടത്തുന്നു. അതുമാത്രമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയയിലും പിന്നെ ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷനും വളരെ ശക്തിയായിട്ട് ഫ്ലോൺ ചെയ്യുന്നു. ഞാനെന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇന്ദിരാഗാന്ധി എന്നല്ല, ഏതൊരു മനുഷ്യനെ അഗേൻസ്റ്റ് ആയിട്ട് ഇതുപോലുള്ള വയലൻസ് ശരിയാണോ ഇല്ലയോ? ഇന്നിവരെല്ലാം എന്താണ് പറയുന്നതെന്ന് വെച്ചാ എന്റെ തല വെട്ടുമെന്ന് വരെ പറയുന്നു. ഇവർക്ക് ഇതുപോലുള്ള ധൈര്യമൊക്കെ കിട്ടണമെങ്കിൽ അതിനുശേഷവും നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ വഴികളില് ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ കോമൺ ആയിട്ട് നടക്കില്ലേ? ആർക്കെന്ത് വേണമെങ്കിലും ചെയ്യാവുന്നു. പിന്നെ ഇക്കാര്യത്തില് റാദർ ദാൻ എന്റെ വായടപ്പിക്കാൻ വേണ്ടി നിറയെ പേര് ശ്രമിക്കുന്നുണ്ട്, എന്നെ വീട്ടിലിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ താങ്കൾ തന്നെ പറ, ചുമ്മാ ഇരിക്കേണ്ടത് ഞാനാണോ അതോ ഇതുപോലുള്ള ആൾക്കാരാണോ? ഒന്ന് പറഞ്ഞു തരാവോ? ഇപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് നിയന്ത്രിക്കേണ്ടത്, അതിൽ ഒരു സംശയമില്ല. പക്ഷേ ചില ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, ഉദാഹരണമായിട്ട് SDPCI. അവരെന്താ കരുതുന്നതെന്ന് വെച്ചാൽ, ഈ സിനിമയിൽ താങ്കൾ സിഖ് സമുദായത്തെ അസാസിനേറ്റ് ചെയ്തെന്നാണ്. അതിന് താങ്കൾ ഉത്തരം നൽകിയല്ലേ മതിയാകൂ. ഞാൻ അവർക്കൊക്കെ പല വഴികളിലായിട്ട് സിനിമ കാണിക്കാൻ വേണ്ടി നേരത്തെ തന്നെ പരിശ്രമിച്ചിരുന്നു, പടം കാണിക്കുകയും ചെയ്തു. പക്ഷെ അവർ ഇന്ദിരാഗാന്ധിയെ കൊന്നത് സിഖുകാരാണെന്ന് കാണിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവർ ഇടിമിന്നലേറ്റാണോ മരിച്ചത്? ഒരുപക്ഷെ അവർ അവരെ തന്നെ ഒരു പവർഫുൾ കമ്മ്യൂണിറ്റി ആയിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അവരെപ്പറ്റി അങ്ങനെ വിചാരിക്കണമെന്ന് അവർ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ നടന്നുകൂടെ? പറയൂ. അതുമല്ലാതെ ഞാൻ ഒരു ക്രൈമിനെക്കുറിച്ചും ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. അവർ ഇതൊക്കെ വെച്ച് രാഷ്ട്രീയം നടത്തണമെന്ന് വിചാരിക്കുകയാണ്. ഇന്ദിരാഗാന്ധിയെപ്പറ്റി സിനിമയെടുത്ത് താങ്കൾ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ കുടുങ്ങിയതായിട്ട് താങ്കൾക്ക് തന്നെ തോന്നിയില്ലേ? സർ, ഓരോ ദിവസം ഞാൻ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കിടേണ്ടി വരാറുണ്ട്. സെൻസറിനോട് പോലും ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു. ഓരോ ദിവസം ഓരോ പുതിയ കാര്യങ്ങളാ. ഇന്നലെ ഒരാൾ എന്നെ എന്താ പറഞ്ഞെന്ന് വെച്ചാ, എനിക്ക് റേപ്പിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്നും ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാ പറയുന്നത്. സിമ്രൻജിത്ത് സിംഗ് പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ എന്റെ മൈൻഡ് എങ്ങനെയുണ്ടാവും? ഒരു സ്ത്രീ ഈ രാജ്യത്ത് MP ആയിട്ടിരിക്കുമ്പോ ഒരു ഫിലിം ആർട്ടിസ്റ്റായ ഞാനേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും അവസ്ഥയെന്നുള്ളത്. ജയലളിതയെക്കുറിച്ച് ഒരു സിനിമ എടുത്തിരുന്നു, അപ്പോൾ ഇതുപോലെ കോൺട്രവേഴ്സീസ് ഒക്കെ വന്നിരുന്നു. ഇല്ല സർ, ജയലളിതയെപ്പറ്റി പടം എടുക്കുമ്പോൾ ഇതുപോലുള്ള കോൺട്രവേഴ്സി ഒന്നും ഇല്ലായിരുന്നു. അവരെ അസംബ്ലിയിൽ വെച്ച് അടിച്ചിട്ടുണ്ട്. അവരത് ഒരു ഇന്റർവ്യൂവില് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ മേലെ ഭാരമുള്ള സാധനങ്ങൾ വരെ വീശി എറിഞ്ഞിട്ടുണ്ട്, സാരി പിടിച്ചു വലിച്ചിട്ടുണ്ട്, അവരുടെ മുടിയെ പിടിച്ചു വലിച്ചിട്ടുണ്ട്. അവരുടെ മുടിയും അവരുടെ ഇന്റർവ്യൂവിൽ അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങൾ ആ സീൻ ഫുള്ള് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അവിടെയുള്ള റൂളിംഗ് പാർട്ടി അവരെ പറ്റിയും ആ പടത്തില് എടുത്തു കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരും അതിൽ പറഞ്ഞു. ഞാൻ അവരെ ആപ്കി അദാലത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. അവരെല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ചർച്ചയും ചെയ്തു. പക്ഷേ അവരെ കണ്ടതിന് ശേഷം താങ്കളുടെ സിനിമ കണ്ടപ്പോൾ എനിക്ക് പല സിമിലാരിറ്റിയും തോന്നി. നിങ്ങൾ എങ്ങനെയാണ് ജയലളിതയുടെ രൂപം അങ്ങനെ തന്നെ കോപ്പി ചെയ്തത്? വെയിറ്റും അത്രയ്ക്കൊന്നും ഇല്ലല്ലോ. ഇല്ല സർ, ആക്ച്വലി എനിക്ക് ദൈവാനുഗ്രഹം നന്നായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ റോള് കിട്ടുമ്പോ എന്താണെന്ന് വെച്ചാ, ഫസ്റ്റ് ടൈം ഞാൻ ശരിക്കും ഷോക്കായി പോയി. ഡയറക്ടറും അതിന്റെ പ്രൊഡ്യൂസറും എന്റെ മുന്നിലിരുന്ന് അതിന്റെ കഥ പറഞ്ഞു, ഫുള്ള് പറഞ്ഞു. അപ്പൊ ഞാൻ അവരെ അങ്ങനെ തന്നെ നോക്കിയിരുന്നു, എന്തായി പറയുന്നേന്ന്. പക്ഷേ ഈ പടത്തിന്റെ റൈറ്റർ എന്റെ മെന്ററായിരുന്നു, വിജേന്ദ്ര പ്രസാദ് ഗാരുജി. അദ്ദേഹത്തിനോട് എനിക്ക് നല്ല ബഹുമാനം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, സാർ നിങ്ങൾ എന്തായി പറയുന്നതെന്ന്, ഞാൻ ജയലളിതയായിട്ട് നടിക്കണോന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം യെസ്, ഐ വാണ്ട് യു ടു പ്ലേ ജയലളിത എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചാ, ഒരു പക്ഷെ വലിയ പ്രശ്നമായാലോ. എന്താണെന്ന് വെച്ചാ, സൗത്തിലിരുന്ന് ആരെ ഇടാതെ നിങ്ങൾ ഒരു നോർത്ത് ഇന്ത്യക്കാരി ഇതിലിടുന്നത് കൊണ്ട്, അതല്ല വേറെ കാര്യം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഡോണ്ട് തിങ്ക് അബൌട്ട് എനിത്തിങ്, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമല്ലെന്നും ഇത് ഞങ്ങളുടെ ജോലിയാണെന്നും നിങ്ങൾ ഈ റോള് ചെയ്താ മതിയെന്നും ആൻഡ് എന്റെ ഫേസിൽ ജയലളിതയുടെ ഒരു സിമിലാരിറ്റി ഇല്ലെന്നും പറഞ്ഞു. സർ, സത്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാ, ഇതെല്ലാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു. ഞാനിത് പ്രതീക്ഷിച്ചതേയില്ലായിരുന്നു. ദിവസവും പ്രാർത്ഥിക്കും, അതുകൊണ്ട് ദൈവാനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ മുഖമെല്ലാം മാറി കാണാൻ ജയലളിതയെ പോലെ ഉണ്ടായിരുന്നു. എന്റെ മുഖം നന്നായി മാറി. എന്റെ ആണെങ്കിൽ ആംഗുലർ ഫേസും അവരുടേതാണെങ്കിൽ റൗണ്ട് ഫേസും അത് ഇത് നിറയെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഒരു വ്യത്യാസമില്ലോ കാണാൻ പറ്റി.
കലയുടെ ഈ താങ്കളുടെ വെയിറ്റ് കൂട്ടി മേക്കപ്പിലെ മാറ്റങ്ങൾ വരുത്തി. എന്റെ വെയിറ്റ് ഓൾറെഡി കൂടുതലായിരുന്നു. പക്ഷേ പെട്ടെന്ന് ജയലളിതയായി മാറിയെന്ന് അതിൽ അർത്ഥമില്ല കേട്ടോ. പക്ഷേ ഇതെല്ലാം എന്റെ ഭാഗ്യാണെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം എനിക്ക് ഇതുപോലെ ഒരു സ്ത്രീയുടെ റോള് കിട്ടാൻ ഭാഗ്യം കിട്ടി. ഇത് അവര് ഞാൻ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കും. ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട്. റാണി ലക്ഷ്മിബായിയുടെ കഥ നിറയെ പേര് ചെയ്യാൻ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവരത് ഞാൻ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇതെല്ലാം ഓർത്ത് എന്നെ വിചാരിച്ച് ഞാൻ തന്നെ സന്തോഷപ്പെടുന്നു. ഡോക്ടർ ജയലളിത വിഷയത്തിലേക്ക് വരുമ്പോ ഞാൻ തന്നെ ചെയ്യണമെന്നായിരിക്കും വിചാരിച്ചത്. മാത്രമല്ല ഇന്ദിരാജിയും അവരുടെ റോൾ ഞാൻ തന്നെ ചെയ്യണമെന്നായിരിക്കും ആഗ്രഹിച്ചത്. പിന്നെ ഇന്ദിരാഗാന്ധി ആകണമെന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ല. എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടേയില്ല. അവരൊക്കെ ഈ റോള് ചെയ്യാൻ വേണ്ടി എന്നെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. അടുത്തത് മമതാ ബാനർജി ആയിട്ടാണോ അതോ മായാവതി ആയിട്ടാണോ? ആർട്ടിസ്റ്റായിട്ടിരിക്കുന്ന ഒരു പ്രയാസമുള്ള കാര്യമല്ല. പക്ഷെ മായാവതിജി ആസ് എ ലീഡർ ഐ വുഡ് ലവ് ടു പ്ലേ. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണേ ചോദിക്കാം. ഇലക്ഷനിൽ ജയിച്ചാൽ നിങ്ങൾ സിനിമാ അഭിനയം നിർത്തുമെന്ന് പറഞ്ഞിരുന്നു. അത് സത്യമാണോ? പ്ലീസ് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം നിങ്ങളെ പടങ്ങൾ കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഈ സിനിമയിൽ അഭിനയിക്കുന്നത് ഒരു ഓൾ കൺസ്യൂമായിട്ടുള്ള ജോലിയാ. കൂടെ MP ആയിട്ടിരുന്നിട്ട് ഈ ജോലി ചെയ്യുമ്പോൾ വളരെ ഡിമാൻഡിങ് ആയിരിക്കും. സോ നാച്ചുറലി രാഷ്ട്രീയത്തിൽ അരങ്ങേറ്റം കുറിച്ചതിന് ശേഷം ഇതുവരെ ഒന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു ദിവസം പോലും ഷൂട്ടിങ്ങിന് പോകാൻ സാധിച്ചിട്ടില്ല. ഞാൻ മാർച്ച് തൊട്ടേ ക്യാമ്പയിൻ ആരംഭിച്ചു. സോ ഇപ്പോൾ ഓൾമോസ്റ്റ് 6 മാസമായി. അതുമാത്രമല്ല എന്റെ ഈ പടം ഇത് കഴിഞ്ഞ നവംബറിൽ ഇറങ്ങേണ്ടതായിരുന്നു. അതുമല്ലാതെ എന്റെ ക്യാമ്പയിൻ ഇറങ്ങുന്നതുകൊണ്ട് മാത്രമല്ല കോൺഗ്രസ് ലീഡറായിട്ട് ഞാൻ പടത്തിലും ജനങ്ങൾ സാധാരണക്കാരായ ആൾക്കാരല്ലേ, അവർക്കതൊരു കൺഫ്യൂഷനായിരിക്കും. ഇവളൊരു കോൺഗ്രസ്സുകാരിയാണോ, ഇവളെങ്ങനെ ഇതിൽ അഭിനയിക്കുന്നു? അതുകൊണ്ടാ റിലീസ് നിർത്തിവെച്ചത്. സോ അതുകൊണ്ട് എന്റെ ജോലി സഫറാകുന്നുണ്ട്, വളരെ വളരെ സഫറാകുന്നുണ്ട്. ഒരുപക്ഷെ ബാലൻസ് ചെയ്യാനൊരു വഴി കിട്ടിയാൽ തീർച്ചയായിട്ടും ചെയ്യും. ഒരുപക്ഷെ മുംബൈയിൽ താങ്കളെ കുറിച്ചൊരു സിനിമ എടുത്ത് താങ്കൾ ഓടാതിരുന്നാ നന്നായിരുന്നില്ല. സർ, മുംബൈയിലുള്ളവർ കങ്കണ ഓടിപ്പോയെന്ന് സന്തോഷിക്കത്തതേയുള്ളൂ. അവിടെയുള്ളവരെക്കാട്ടി സന്തോഷം വേറെ ആർക്കും കാണില്ല കങ്കണ ഓടിപ്പോയ. ഞാൻ കേട്ടത് തനു വെഡ്സ് മനു പാർട്ട് 3 എഴുതാൻ പോകുന്നെന്നാണ്. ഒരുപക്ഷെ താങ്കൾ അതിൽ അഭിനയിച്ചില്ലെങ്കിൽ വേറെ ആരായിരിക്കും? ആർക്ക് വേണമെങ്കിലും അഭിനയിച്ചുകൂടെ സാർ? ആരെ വേണമെങ്കിലും അഭിനയിപ്പിച്ചു നോക്ക്. ഇവൾ പൊയ്മുഖമാണോ അതോ സത്യത്തിലുള്ള കങ്കണയാണോ എന്ന്. ഇവൾ കങ്കണ നമ്പർ 1 കങ്കണ നമ്പർ 2 എന്ന് ഇഷ്ടത്തിന് സംസാരിക്കും.